ഗോത്ര പൈതൃകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാംസ്കാരിക സംഗമഭൂമിയാണ് വയനാട്. വയനാടിൻ്റെ ഏകദേശം മധ്യഭാഗത്തായാണ് മുട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. മുട്ടിലിനോട് ചേർന്ന് നാം ഇന്ന് ജീവിക്കുന്ന ചെറുമുലവയൽ എന്ന പ്രദേശവും ഈ പ്രദേശത്തിനുമുണ്ട് അതിമനോഹരമായ ഒരു ഭൂതകാലവും ചരിത്രവും. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, കാപ്പിയും കുരുമുളകും സമൃദ്ധിയായി വിളഞ്ഞിരുന്ന കരഭൂമികൾ, ഇടതൂർന്ന് വളർന്ന മുളം കാടുകളും വൻമരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഒരു കാലത്ത് ഇവിടം എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാട്ടുരാജ്യങ്ങളുടെ വാഴ്ചക്കാലത്ത് കോട്ടയം രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ചെറുമൂലവയൽ ഉൾപ്പെടുന്ന മുട്ടിൽ പ്രദേശം. കോട്ടയം രാജാവിൽ നിന്ന് പ്രത്യേക അവകാശങ്ങൾ ലഭിച്ച വാഴവറ്റ നമ്പ്യാർക്കായിരുന്നു ഈ പ്രദേശത്തിൻ്റെ അധികാരം ഉണ്ടായിരുന്നത് എന്ന് പഴമക്കാർ പറയുന്നു. 1936 ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന വാര്യാട് എസ്റ്റേറ്റ് സൂപ്രണ്ടായി അഭിവന്ദ്യനായ ശ്രീ രാധാഗോപി മേനോൻ വയനാട്ടിലെത്തി. 1940കളുടെ തുടക്കത്തിൽ അദ്ദേഹം മുട്ടിൽ ചെറുമൂലയോട് ചേർന്ന് അമ്പുകുത്തിയിൽ താമസമാരംഭിച്ചു. എൻ്റെ പേര് രാംദാസ്. എൻ്റെ അച്ഛൻ്റെ പേര് എ.വി. രാധാഗോപി മേനോൻ, ആനക്കര വടക്കത്ത്. അമ്മ കോഴിപ്പുറത്ത് മീനാക്ഷി അമ്മ. ഞങ്ങൾ ഇവിടെ, ഞാനെൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഇവിടെയുള്ള താമസം. ഞങ്ങൾ ഇവിടെ ഈ ചെറുമൂലയിൽ വരുന്നത് 1950 കാലഘട്ടത്തിലാണ്. മുട്ടിലിൻ്റെ ഒരു മൂലയിൽ നിൽക്കുന്നൊരു ഭാഗം എന്ന നിലയിൽ ചെറുമൂല എന്നും ഈ മറ്റു ഭാഗം അമ്പുകുത്തി എന്ന് പറഞ്ഞാൽ പണ്ട് മുട്ടിൽ മലയിൽ നിന്ന് അമ്പലത്തിൻ്റെ കഥയിൽ ബന്ധപ്പെട്ടതാണ്. അവിടുന്ന് മലയിൽ നിന്ന് അമ്പെയ്ത് എന്നും അങ്ങനെയാണ് അമ്പുകുത്തി എന്ന പേര് വന്നതുമെന്നാണ് അവിടെ ഐതിഹ്യം. ചെറുമൂല ഇങ്ങനെ ഈ നിലയിൽ ഒരു ഭാഗത്ത് മൂലയിൽ ആയതുകൊണ്ട് ചെറുമൂല വയൽ എന്നാണ് അവന് പേര് വന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗം പല കാരണങ്ങളാൽ ചെറുമൂല വയൽ കുറച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അമ്പുകുത്തിയും ചെറുമൂല വയലുമൊക്കെ അക്കാലത്ത് നീണ്ട പാടശേഖരങ്ങളായിരുന്നു. പരന്നുകിടന്ന ഈ പാടങ്ങളിൽ വർഷം മുഴുവൻ സമൃദ്ധിയായി നെൽകൃഷി ചെയ്തു പോന്നു. ആ 100 ഏക്കറയും കൃഷിയെടുത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. തൊണ്ടി, ചോമാല, വെളിയൻ, അടുക്കൻ എന്നീ പഴയ നെല്ലുകളും കൃഷി ചെയ്യുന്ന കാലഘട്ടം. നല്ല വിളവുണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ അവിടേക്ക് വെള്ളം വരുന്നത് മലയുടെ മുകളിൽ നിന്ന് ശരിയായ നാടൻ ഉറവിൽ കൂടി വരുന്ന വെള്ളമാണ് ഈ അമ്പൂത്തി വയൽ ഈ 100 ഏക്കറയും നനച്ചിരുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പ്രദേശത്തെ ആദ്യത്തെ വിദ്യാലയം പിറന്നതും ശ്രീ രാധാഗോപി മേനോൻ എന്ന മനുഷ്യൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്നായിരുന്നു. ഈ വിവേകാനന്ദ ആസ്പത്രിയായിരുന്ന സ്ഥലം സ്കൂളായിരുന്നു. ആ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനും ചെറിയ കുട്ടികൾക്ക് ഈ നാട്ടിലെ ചുറ്റുപാടുമുള്ള കൃഷിക്കാർ കൊളവയൽ, മീനങ്ങാടി ഇന്നെല്ലാം കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചിരുന്നു. എടപ്പട്ടി, കൈനാട്ടി വരെയുള്ള കുട്ടികൾ. അങ്ങനെ ഈ സ്കൂൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാറ്റും മഴയും ഉണ്ടായി സ്കൂൾ വീണുപോവുകയും പിന്നീട് അതിനെ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ബാങ്ക് ലോണൊന്നും ഇല്ലാത്തതിനാൽ ബാങ്ക് ഇങ്ങനത്തെയുള്ള കാര്യത്തിനൊന്നും ലോൺ കൊടുത്തിരുന്നില്ല. അത് കാരണം അന്നത്തെ കാലത്ത് ഒരാളുടെ കടം വാങ്ങാനും കഴിയില്ല, കിട്ടാനില്ല. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് ചുറ്റുപാടും. അങ്ങനെ ഇരിക്കെ ഈ സ്കൂൾ മുട്ടിൽ ഓർഫനേജ് ഹൈസ്കൂളിന് കൊടുക്കേണ്ടി വരികയും അവരത് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും കൂടിയായിരുന്നു. അന്നത്തെ കാലത്ത് ഓർഫനേജിന് കുട്ടമംഗലത്ത് ഒരു 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ അദ്ദേഹം അനുവദിക്കുകയുണ്ടായി. അവർക്ക് അപ്പോൾ അത് നടത്തണമെങ്കിൽ UP സ്കൂൾ ഇവിടെയുള്ള കാരണത്താൽ അത് നടത്തുവാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം അവർ ഇവിടെ വന്ന് അച്ഛനോട് അന്വേഷിക്കുകയും UP ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിൽ
അപ്പോഴത്തെ അവസ്ഥയിൽ ഈ സ്കൂൾ വീണ ആ കാലഘട്ടത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് LP അടക്കം കൊടുക്കേണ്ട ഗതികേടുണ്ടായി. അങ്ങനെയാണ് ഓർഫനേജ് സ്കൂൾ കുട്ടമംഗലത്ത് വരുന്നത്. 1962 ഭൂപരിഷ്കരണ നിയമങ്ങളും തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിച്ചതും വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന് ആക്കം കൂട്ടി. തൊഴിലും ജീവിത സുരക്ഷിതത്വവും തേടി കൂടുതൽ ആളുകൾ വയനാട്ടിലെത്തി. അതിലെത്രയോ ആളുകൾ മുട്ടിലും വന്നിറങ്ങി. ഇവിടെ കോൽപ്പാറ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങി. അവിടെ ഞങ്ങൾ ലാഭകരമില്ലാണ്ട് തന്തയും മക്കളും തന്നെ അധ്വാനിച്ച് തോട്ടം ക്ലിയറാക്കി വന്ന് അങ്ങനെ ആ എസ്റ്റേറ്റിൽ ജോലി കിട്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് താഴോട്ട് അവിടെ വില എൻ്റെ കാരണം വിൽക്കേണ്ടി വന്നത്. അവിടെ മലയാളിമാരായിട്ട് കൂടെ കച്ചറ കൊണ്ടാൻ വേണ്ടി സമരം അലാക്കൊക്കെ ആയിട്ട് അവർ കുറേ ഗുണ്ടകളൊക്കെ ഇറക്കി. എന്നാൽ പിന്നെ അത് വിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വിറ്റ് താഴോട്ട് ഇങ്ങോട്ട് രാധാഗോപി മേനെടുത്ത് വന്ന് ഒരു സ്ഥലം വേണം താമസിക്കാൻ തൽക്കാലം. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ ഭാഗത്ത് പറ്റുന്ന സ്ഥലം എടുത്തോളി അറിഞ്ഞു. അങ്ങനെ വന്ന് കണ്ടെടുത്തത് ഈ 10 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ. ആ സ്ഥലം എടുത്തത് 10 അല്ല 20 സെൻറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ വിറ്റത് അവിടെ നിന്ന് കുറച്ച്. ആ സ്ഥലം എടുത്ത് അവിടെ ഒരു പുര കെട്ടി. അങ്ങനെ അന്നിവിടെ ഈ വയലിൽ വളരെ വീടുകളൊന്നുമില്ല, ശൂന്യമായി കിടക്കുക, കൃഷി ഭൂമിയായി കിടക്കുക. ഞാനും കൊട്ടാരത്ത് സൈനാറിൻ്റെ കുടുംബവും അങ്ങനെ ബെർലിനിലുണ്ടാവുന്ന 2 or 3 വീടേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന ഈ പാലക്കല്ലേ, ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു തടി ഇട്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് കൊണ്ട് കിടക്കാൻ. അതേപോലെ തന്നെ അപ്പുറത്തും തടിയായിരുന്നു. ആ വലിയ പാലല്ലേ ഇപ്പോഴത്തെ വാർത്ത, അതും ഒരു മരപ്പാലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചത്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ അങ്ങനെ എത്രയോ മനുഷ്യർ ചെറുമൂല വയലിൻ്റെ ചെളിപ്പശയുള്ള നനഞ്ഞ മണ്ണിൽ വേരുകളാഴ്ത്തി നിന്നു. വയലുകൾക്ക് മുകളിൽ വീടുകൾ ഉയർന്നു തുടങ്ങി. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും തൊഴിൽ തേടി ഇവിടെ എത്തിയ മൈലയ്ക്കും വീരനും ഈ നാട് സ്വന്തം നാട് തന്നെയാണ്. ഞങ്ങൾ നാട് വിട്ട് വന്നു ഈ നാട്ടിലേക്ക്, കേരളത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ആ പ്രദേശം സേനരാജ് നഗർ ബോർഡറിലാണ്. സേല ബോർഡറത്ത് ഞങ്ങൾ നാട്. പിന്നെ അവിടുന്ന് ഭർത്താവ് ഇങ്ങോട്ടേക്ക് ഈ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് വന്നു ജീവിക്കാൻ വേണ്ടിയിട്ട്. പണീൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വന്നു ചിരമൂല വയലിലെ. പിന്നെ അങ്ങനെ വന്ന് ഇവിടെ ഞങ്ങൾക്ക് ഈ നാട് ഇഷ്ടമായി. ഈ കാലാവസ്ഥയും ഇവിടത്തൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ ആ നാട്ടിൽ പോകുമ്പോൾ വയറിളക്കും സുഖമില്ലാതാവും. അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇത്രയും കാലങ്ങൾ ജീവിക്കുന്നു ഈ നാട്ടിൽ. പക്ഷെ ഈ അടുത്തുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ നല്ല ഇതാണ്, ഒരു കുഴപ്പമില്ല, ഒരു അഴുമ്പില്ല, അങ്ങനത്തെ ഒരു വിശ്വാസമായിട്ട് ഞങ്ങൾ ഇവിടെ കാലാകാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. റേഷൻ കാർഡും ഇവിടെ തന്നെ, വോട്ടും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ. അന്ന് 2000 ഈ നാട്ടിലേക്ക് വരുമ്പോൾ വയലായിരുന്നു. ഈ ഇവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുകയായിരുന്നു. റോഡ് മോശം വളരെ. പിന്നെ തോട്ടിലെ പോകാൻ ബുദ്ധിമുട്ട്, വെള്ളം എല്ലാം മൊത്തത്തിൽ വെള്ളം. ഈ കോട്ടേഴ്സ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന കോട്ടേഴ്സിൽ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ വയലായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ. വളരെ ഇതായിരുന്നു, മോശമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഇപ്പം അന്ന് വീടുകളൊന്നുമില്ല. വീടുകളില്ലാതെ അന്ന് ആ സമയത്തൊക്കെ നടന്നു പോകണം, ഒരു വണ്ടി കിട്ടൂല അന്നത്തെ സമയത്തൊക്കെ. ഇപ്പോഴല്ലേ ഓട്ടോറിക്ഷയും ബൈക്കും കാറുകളൊക്കെ ഈ റോട്ടിൽ കൂടെ വരുന്നത്. ആ കാലം വരെ ഇതുവരെ ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു. കാലം അതിൻ്റെ മനോഹരമായ ചിറകിലേറി ഒരുപാട് സഞ്ചരിച്ച് ഇന്നിലെത്തി നിൽക്കുന്നു. നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. കുറച്ചു നാളുകൾ കൊണ്ട് 4 വരിപ്പാതയായി വികസിക്കാനൊരുങ്ങുന്ന ദേശീയപാത 766 മുട്ടിൽ ടൗണിലൂടെ കടന്നു പോകുന്നു.
അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പ്രദേശവും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച ഗതാഗത സൗകര്യങ്ങളും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും വഴിവിളക്കും കുടിവെള്ളവും നമ്മുടെ നാടിനെ നഗരതുല്യമാക്കി മാറ്റുന്നു. ഈ മാറ്റങ്ങൾ ഒന്നും ഒരു നാൾ വന്നതല്ല. ചെളിയും വെള്ളവും കെട്ടിക്കിടന്ന പാതകളും കൊതുകും കൂത്താടിയും പെറ്റുപിരുകിയ ചാലുകളും വൃത്തിഹീനമായ ഇടവഴികളും നിറഞ്ഞ ഭൂതകാലങ്ങളെ നമ്മുടെ പൂർവ്വ പരമ്പര സധൈര്യം നേരിട്ട് വഴിക്കും വെള്ളത്തിനും വെളിച്ചത്തിനുമായി വ്യവസ്ഥിതികളോട് നിരന്തരം കലഹിച്ച് അവകാശങ്ങൾക്കായി നിരന്തരം ശബ്ദിച്ച് അവരുടെ പകരം വെക്കാനില്ലാത്ത ജീവിതങ്ങളാണ് നമ്മുടെ നാടിനെ ഇങ്ങനെയാക്കി മാറ്റിയത്. അവരുടെ ഉജ്ജ്വലമായ ജീവിത സ്മരണകൾക്ക് മുന്നിൽ നന്ദിയോടെ രാത്രിമഴ 2024 ഈ സദസ്സ് തലകുനിക്കും.